സ്വാഗതം പ്രിയരെ. ഇന്നത്തെ കാർഡ് റീഡ് എന്ന് പറയുന്നത് എങ്ങനെ എനിക്ക് ഇന്നർ പീസ്, അതായത് ആന്തരിക സൗഖ്യം കണ്ടെത്താന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് സ്ട്രെസ്സ് തരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് കാരണം. രണ്ടാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ എന്ത് ഗൈഡൻസ്, എങ്ങനെയാണ് നമുക്കൊരു മനസ്സമാധാനം കണ്ടെത്താൻ പറ്റുക. 3 എന്താണ് അതിൻ്റെ ഔട്ട്കം. ഈ 3 കാർഡുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് ചോദിച്ചപ്പോൾ ദി എംപ്രസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. എംപ്രസ് എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താണ് ഡിസ്റ്റർബ് എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പ്രധാനമായിട്ടും എന്ന് വെച്ചാൽ സമൃദ്ധി വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് എല്ലാം ഉണ്ടെന്ന് പുറമക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിലും നമുക്കൊന്നും വരുന്നില്ല എന്നുള്ളത്. നമ്മുടെ മുന്നിലുള്ള ഗോതമ്പ് പാടങ്ങൾ നമുക്ക് വിളച്ചെടുക്കാൻ പറ്റുന്നില്ല. ആളുകളുടെ മുന്നിൽ നമുക്ക് എല്ലാം ഉണ്ട് തോന്നുകയും നമുക്കൊന്നും കിട്ടാത്ത അവസ്ഥ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിലേക്ക് ഒരു മനസ്സമാധാനം കിട്ടാനായിട്ട് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ കിങ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഈ കാർഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു വളരെ സ്റ്റില്ലായിട്ട് എന്താ പറയുക ഒരു സിംഹാസനത്തിലിരിക്കുന്ന ആളാണ്. കിങ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ള എനർജിയാണ്. വോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അഭിനിവേശം, പാഷനാണ്. അപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, അദ്ദേഹം അചഞ്ചലനായിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ഒരാളെയാണ് കാണുന്നത്. ഇദ്ദേഹത്തിന് ഒരുപാട് എന്താ പറയുക ആന്തരികമായിട്ടുള്ള ശക്തിയുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ശക്തിയായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെ എന്താണ് ഇത് ഇൻറ്റേർണലായിട്ടുള്ള വല്ല പേടി കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ഹാബിച്വൽ പാറ്റേൺസ് കൊണ്ടാണോ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ആയിട്ടുള്ളൊരു ഇതുകൊണ്ടാണോ നമുക്കിങ്ങനെ ഈ സ്ട്രെസ്സ് വരുന്നത് നമുക്ക് നോക്കണം. 3 എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കി നമുക്ക് എന്ത് ഔട്ട്കം കിട്ടുക എന്നുള്ളതാണ്. 5 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 5 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഒരാൾ എന്താ പറയുക ഒരു വിജയിച്ച് നിൽക്കുന്ന പോലെ തോന്നുന്നു. അയാൾ മറ്റുള്ളവരുടെ കയ്യിലുള്ള വാള് തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ട്. 2 വാൾ ഒരു കയ്യിലും മറ്റേ കയ്യിലൊരു വാളും. അയാളുടെ മുഖത്തൊരു ഭാവമുണ്ട്, ഒരു പുച്ഛഭാവം. ഈ 2 പേര് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ പറയുക ഇതൊരു ഫെയർ ഫൈറ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് നീതിപൂർവ്വമായിട്ടുള്ള വിജയമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സ്ട്രെസ്സ് നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ ഇതേപോലെ നമ്മളെന്താ പറയുക നമുക്ക് പലതും നേടാൻ കഴിയില്ല. മറ്റുള്ളവർ വിജയിച്ച് മുന്നോട്ട് പോകും. ഇതേ പാറ്റേൺസ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു എനർജിയിലേക്ക് വരിക, കിങ്ങിൻ്റെ എനർജിയിലേക്ക്. ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തടയണമെങ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ അഭിനിവേശം, പാഷൻ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫയർ എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്നത് വായു എന്ന് പറയുന്ന എലമെൻ്റാണ്. അത് പാടില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഫയർ, അഗ്നി ആയിട്ട് കണക്ട് ചെയ്യൂ. ഐ വിഷ് യു ഗുഡ് നൈറ്റ്.